ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റേക്ക് ബൈ വ്ളോഗ്സ്. കുറേ നാൾ കൂടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ BRP കാർഡ് ഈ വിസയായിട്ട് ലിങ്ക് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. വളരെ കുറച്ച് പേരെ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഉള്ളൂ. ഞാനാണേലും ഇപ്പോൾ എനിക്ക് ആ ഒരു ചിപ്പ് സ്കാൻ ചെയ്യുന്ന ടൈമിലാണ് എനിക്കൊരു ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്തത് ഫെയിലായിട്ട് 3 അറ്റംപ്റ്റ് ഫെയിലായിട്ട് പിന്നെ 24 hours കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡേയും കുട്ടികളെയും ചെയ്തപ്പോൾ തന്നെ ഒറ്റ ട്രിപ്പിന് തന്നെ ശരിയായി. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അവർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അതിൽ കൂടെ ഞാൻ കാണിക്കുന്ന ഐഫോണിൽ എങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു സാംസങ് ഫോണാണ്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ BRP കാർഡ് നമ്മുടെ അതായത് ഈ വശത്താണ് വെക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിലോ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ഇവിടെയായിട്ടാണ് സ്കാനർ വരുന്നത്, അതായത് ഫോണിൻ്റെ മേളിൽ ഇവിടെ ആയിട്ടാണ് സ്കാനർ വരുന്നത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ BRP കാർഡ് വെച്ചിട്ട്, ഇപ്പോൾ ഇത് BRP കാർഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ അത് സ്കാൻ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം BRP കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ സ്കാൻ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ചിപ്പ് അസസ് ചെയ്യാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ആ മൊബൈലിൻ്റെ കേസൊക്കെ നിങ്ങളൊന്നും റിമൂവ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഇപ്പം ഐഫോൺ വെച്ചാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതായത് ഞാൻ പറഞ്ഞ പോലെ മൊബൈലിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ സ്കാനർ ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് റീഡാവും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ BRP വിസയായിട്ട് ലിങ്ക് ചെയ്യുന്നെന്നുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.